സഹിക്കും. സുഗത, നമ്മുടെ ഓഫീസിൽ ഒരു കഷ്ടകാലം വരുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് സംഭവിക്കുന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല. അനുഭവിക്കണ്ടേ, അല്ലാതെ പിന്നെ എന്താ? ഓ, ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. എത്ര പെട്ടെന്ന് ആ ജീവിതത്തിൽ നിന്ന് സന്തോഷമൊക്കെ പറയേന്ന് പറഞ്ഞു പോണത് അല്ലേ? മന്ത്രി വിചാരിച്ച പറ്റും നടക്കുമോ? മന്ത്രി വിചാരിച്ച എന്ത് നടക്കും? ആ മന്ത്രിയല്ലേ ഇപ്പൊ ഈ മാരണങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചത്. ഇതിപ്പോ ഉത്തരവ് വന്നു, ഇനി എന്തായാലും ഇത് വരും, മാറ്റാൻ പറ്റില്ല. എന്റെ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോഴാ സാറ് എനിക്ക് ആകെ പിടികിട്ടാവുന്നത്. ഇനി അവര് നാളെ തൊട്ട് ആരെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുക, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം, കുളിപ്പിക്കണം. എന്റെ ഭർത്താവാണെങ്കിൽ ഒന്നും ചെയ്യത്തൂല്ല. തന്നെ സാറേ എന്റെ പ്രശ്നം. 5 പശുക്കളെ വീട്ടിലെ 5 കാലത്തെണീറ്റ് കറക്കണം, പാല് സൊസൈറ്റിയിൽ കൊണ്ടു കൊടുക്കണം. അത് കഴിഞ്ഞ് കുളിച്ചൊക്കെ റെഡിയായി വരെ 10 മിനിറ്റ് ഉള്ളിൽ പറ്റുമോ? 10 മിനിറ്റ് ഉള്ളിൽ നടക്കില്ല. പശുവിനൊക്കെ വിൽക്കേണ്ടി വരുന്നതാണ്. സുധാ, തളരരുത്, വിടരുത്, നമ്മൾ പിടിച്ചു നിൽക്കുക, പിടിച്ചു നിൽക്കുക. അല്ല, അതല്ലേ ഞാൻ പറഞ്ഞേ, ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഇവിടുന്ന് ഇറങ്ങാം. ആ, എന്നിട്ട് നമുക്ക് നേരെ ആശുപത്രി പോവാം, കുഞ്ഞിനെയും തള്ളയും കാണാം, വീട്ടിൽ പോവാം. അതല്ല, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, ഒരു അരമണിക്കൂർ ഇവിടെ ഇരിക്കണം. അറിയിക്കണ്ട സാറേ, സംഭവം നടക്കുന്നവരെ അറിയിക്കണ്ട. അതുവരെ ഇത് സമാധാനമായിട്ടിരുന്നോട്ടെ. എന്ത് പറ്റാനാ? എന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, എനിക്ക് സഹിക്കാൻ വയ്യല്ലോ. സാറേ, എന്താ പറ്റിയെന്ന്? എന്താ പറ്റിയേ? എന്ത് നിങ്ങൾ മിണ്ടാതിരിക്കണം, ആരെങ്കിലും ഒന്ന് പറയേ. പിന്നെന്താ, സുഗത സാറിന്റെ റിസൾട്ട് വന്നോ? ക്യാൻസർ ആണോ? ഇല്ലാത്ത പറയുന്നത് അതൊന്നല്ല, അതിന് വലിയ കാര്യം. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയും എന്താ കാര്യമെന്ന്. ഇനിയിപ്പോ എന്തിനാ ഒളിപ്പിച്ചു വെക്കണത്? അങ്ങോട്ട് പറയാ, അതാ നല്ലത്. എന്തായാലും അറിയണ്ടേ? സാറ് പറഞ്ഞു. മണ്ടൊരു കാര്യം ചെയ്യും, അവിടെ ഇരിക്കൂ. സാറ് പറഞ്ഞോ, ഞാൻ ഇവിടെ നിന്നോളാം. ഇത് നിന്നിട്ട് കേൾക്കേണ്ട കാര്യമല്ല, അവിടെ ഇരിക്കൂ. സാറ് പറയുന്ന കാര്യങ്ങള് വളരെ ശ്രദ്ധയോടുകൂടി സംയമനത്തോടുകൂടി കേൾക്കണം. അതെ, എടുത്തു ചാടിയിട്ട് ഒന്നും ചെയ്യരുത്. ഞങ്ങൾ 2 ആണുങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. കാര്യം എന്താന്ന് വെച്ചാ, നാളെ മുതൽ നമ്മുടെ ഓഫീസിൽ പഞ്ചിങ് മെഷീൻ വെക്കാൻ പോവുകയാണ്. ഇതുവരെ നമ്മൾ ഓഫീസിൽ വന്നതുപോലെ തോന്നിയ സമയത്ത് വരാനോ തോന്നിയ സമയത്ത് നമുക്ക് ഓഫീസിൽ നിന്ന് പോകാനോ ഇനി മുതൽ പറ്റില്ല. ഇനി 10 മണിക്ക് നമ്മൾ എത്തണം. 10 മണിക്ക് എത്തിയിട്ട് നമ്മൾ ആദ്യം പോയിട്ട് ഇതിനകത്ത് നമ്മുടെ വിരലടയാളം കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇവിടെ വന്നു എന്ന് രജിസ്റ്റർ ചെയ്യപ്പെടുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ 5 മണിക്ക് തിരിച്ചു പോകുന്ന സമയത്തും ഇതിനകത്ത് പോയിട്ട് വിരലടയാളം കൊടുക്കണം. അപ്പം മാത്രമേ നമുക്ക് ആ ഒരു ദിവസത്തെ ശമ്പളം കിട്ടൂ. ഇനി എങ്ങാനും നമ്മൾ വരാൻ 10 മണി എന്നുള്ളത് 1 മിനിറ്റ് അധികം കഴിഞ്ഞു എന്ന് വിചാരിക്കുക, പോയി, അന്നത്തെ ദിവസം ശമ്പളേ പോയി. ഈ വിവരം അറിഞ്ഞത് മുതൽ ലില്ലി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറയാവുന്നിടത്തോളം പറഞ്ഞു കഴിഞ്ഞു, ഒരു രക്ഷയില്ല. മണ്ടു, ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്? സാറ്, ഞാനിത് എങ്ങനെ സഹിക്കും സാറ്? രാവിലെ എന്തൊക്കെ പണി കഴിഞ്ഞിട്ടാണെന്നറിയാമോ ഞാൻ വരണത്? ഞാൻ 100 ഓടിയിട്ടാണ് സാറേ ഇപ്പൊ 11:30 ഇവിടെ എത്തണത്. 10 മണിക്ക് വരണമെങ്കിൽ ഞാൻ എങ്ങനെ വരേ?